40 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പഴയ ബാർബർ ഷോപ്പിന് മുൻപിലാണ് നിൽക്കുന്നത്. അന്ന് ഈ കട എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപം കടനാടാണ് ഈ പഴയ കടയുള്ളത്. ഇത് നടത്തുന്നത് രാജപ്പൻ ചേട്ടനാണ്. രാജപ്പൻ ചേട്ടനെ അത് പരിചയപ്പെടാം. ഒപ്പം താടിയൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. താടി ഒന്ന് ഡ്രസ്സ് ചെയ്ത് തരാമോ? തരാമല്ലോ. വാ. ഞാനേ ഒരുപാട് വർഷം പുറകിലേക്ക് പോയൊരു ഫീല്. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 40 വർഷം അല്ലേ? 40 വർഷം. അതായത് 80 കാലഘട്ടത്തിൽ. 80 കാലഘട്ടത്തിൽ. ഇവിടെ തന്നെ ആയിരുന്നോ ഈ കട? ചേട്ടൻ ആദ്യം എവിടെയായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നത്? ആദ്യം പള്ളിക്കല്. ആ, അത് കഴിഞ്ഞ് മാറി. ഒന്ന് ഡ്രസ്സ് ചെയ്തേക്കും, ഒന്ന് കനം കുറച്ചുകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയേ. അപ്പം ഈ കട ഈ 40 വർഷം മുമ്പ് തുടങ്ങുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു ഈ കട? ആയിരുന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു അല്ലേ? മാടമാണല്ലേ? അതിനുശേഷം പിന്നീട് ഇതിൽ മിനുക്ക് പണികളൊന്നും നടത്തിയിട്ടൊന്നും ഇല്ല? ഇല്ല, മിനുക്ക് പണികൾ നടത്തിയിട്ടുണ്ട്. പലകളെല്ലാം പോയി കഴിയുമ്പോൾ മാറും. ആ, അപ്പം ഇവിടെ കറണ്ട് ഇല്ലല്ലേ? കറണ്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചേട്ടാ താമസിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയാണോ? കൊല്ലപ്പള്ളി. കൊല്ലപ്പള്ളി. അപ്പോൾ ഈ കാലം മാറിയപ്പോഴേ ഈ പുതിയ രീതിയിലുള്ള കടകളൊക്കെ ഒരുപാട് ഹൈടെക് കടകളൊക്കെ വന്നു. അപ്പം അത്തരത്തിലേക്കൊരു മാറാൻ ശ്രമിച്ചില്ലേ? ഇല്ല, ശ്രമിക്കുന്നില്ല. ഇല്ല. എന്ത് പറ്റി? അത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം എത്ര വയസ്സുണ്ട് ചേട്ടാ? എനിക്ക് 68 വയസ്സുണ്ട്. ഇനിയിപ്പോൾ മാറേണ്ട ആവശ്യമില്ലല്ലേ? വിശ്രമ ജീവിതത്തിനുള്ള സമയമായി അല്ലേ? റെസ്റ്റ് എടുക്കുക. അപ്പം പറ്റുന്നിടത്തോളം കാലം ചുമ്മാ സമയം പോക്കിന് വേണ്ടി വന്നിരിക്കുക. എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ ഇവിടെ? തിരക്ക് എല്ലാ ദിവസവും അല്ല, ആഴ്ച 3-4 ദിവസം തിരക്കുണ്ട്. കോവിഡ് കഴിഞ്ഞാൽ പിന്നെ പണി കുറവാണ്. കോവിഡിന് ശേഷം പണി കുറവാണ്. എങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുള്ളത് തന്നെ, ഒരു കുഴപ്പമില്ല, കിട്ടുന്നുണ്ടല്ലേ? പഴയ ആൾക്കാർ തന്നെയാണോ ഇപ്പോഴും വെട്ടാൻ വരുന്നത്? അതെ. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വരാറുണ്ടോ? ചെറുപ്പക്കാർ പിള്ളേർ ഉണ്ട്, പക്ഷെ കുറവായി. നമുക്ക് ട്രിമ്മറില്ലല്ലോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ട്രിമ്മറില്ല. ഈ നമുക്ക് ഈ പഴയ രീതിയിലുള്ള വെട്ടാണ് അല്ലേ? എല്ലാം കൊണ്ടും പഴയ ഒരു ഫീലാണ് കേട്ടോ. മൊത്തത്തിൽ ഈ കടലിരിക്കുമ്പം ഇതിൻ്റെ മേൽക്കൂരയാണെങ്കിൽ പോലും ഇത് പനയോലയാണ് ചേട്ടാ? പനയോല നെയ്തേക്കുവാണല്ലേ? ഈ ഓലയൊക്കെ വർഷം മാറുമോ? 2 കൊല്ലം കൂടുമ്പോൾ. 2 കൊല്ലം മാറും അല്ലേ? അപ്പോൾ ചേട്ടൻ 40 വർഷമായിട്ട് ഇവിടെ ഈ കട നടത്തി വരുന്നു. അപ്പം ഈ നാട്ടുകാരൊക്കെ എന്നാ പറയുന്നു? നാട്ടുകാർക്ക് വളരെ താല്പര്യമല്ലേ, കാരണം ചൂടില്ല. പനയോലയാകുമ്പോൾ ചൂടില്ലല്ലോ. ചേട്ടൻ രാവിലെ എപ്പോൾ തുറക്കും? 8:30 തുറക്കും. 8:30 തുറക്കും അല്ലേ? വൈകുന്നേരം 6 അടയ്ക്കും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിന് ശേഷമുള്ള പണി നടക്കില്ല അല്ലേ? ഇത് റോഡിലായതുകൊണ്ട് കറണ്ട് കിട്ടാത്ത അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അപ്പം എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ പാലായിലൊക്കെ ഉള്ള ആൾക്കാർ ഇടയ്ക്ക് ഇവിടെ വന്നൊന്ന് മുടി വെട്ടുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. പലരും ഇതുവരെ ജാതിയായിട്ട് വരുമ്പോൾ കയറുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ട് കയറുന്നുണ്ടല്ലേ? ഇതിനകത്ത് ചേട്ടാ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമേ, ചേട്ടനൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. ഇതൊരു ബാർബർ ഷോപ്പാണ് എന്നുള്ളത്. അല്ല, അതിപ്പം പുറത്തുനിന്ന് ആരും വരാനില്ല, ഇവിടെ ഉള്ളവരല്ലേ ഉള്ളൂ. ഇതൊരു ഗ്രാമപ്രദേശമല്ല, അതുകൊണ്ട് നമുക്ക് ബോർഡിൻ്റെ ആവശ്യമില്ല. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് വന്നതാണ്, പക്ഷേ ബോർഡ് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോ വായിച്ച് തന്നുകൊണ്ടാണ് മനസ്സിലായത് ഈ കടയാണെന്നുള്ളത്. ചേട്ടാ കഥ പറയുമ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കഥ പറയും. നമ്മുടെ മേലുകാവി ഷൂട്ട് ചെയ്ത പടമാണല്ലേ? സിനിമയിൽ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു കൊച്ചു കടയാണ്. എല്ലാം കൊണ്ടും ആ സിനിമയിൽ കാണുന്ന ആ ഒരു പശ്ചാത്തലമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വരുമ്പോഴേ. എന്നാൽ ഈ 40 വർഷം എന്ന് പറയുന്ന ഒരു ചുരുങ്ങിയ സമയമല്ല. 40 വർഷക്കാലത്തോളം ഒരാൾ ഒരു കട നടത്തുക, ആ കട തുടങ്ങിയ 40 വർഷങ്ങൾക്ക് മുമ്പ് അതെങ്ങനെ തുടങ്ങിയോ അതേ രീതിയിൽ തന്നെ ഈ 2024 എത്തി നിൽക്കുമ്പോഴും ആ രീതിയിൽ തന്നെ തുടർന്ന് കൊണ്ടുപോവുക. ഒരു ഒരിക്കലും നമുക്ക് എന്താ പറയുക, നിസ്സാര കാര്യങ്ങളല്ല അതല്ലേ? ശരിക്കും എനിക്ക് ഈ കടയിൽ വന്ന് മുടി വെട്ടിയതേ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇനി ഒരിക്കലും നമുക്കൊന്നും തിരിച്ചു കിട്ടാത്ത, ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു അനുഭവമാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ സമയങ്ങൾ ഇത്തരം കടകളും ഈ ഒരു ഫീലൊക്കെ കഴിഞ്ഞു പോയി. ഈ ഒരു പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പാലാ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നേരെ കടനാടുള്ള രാജപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക് വരാം.
നമുക്ക് ആ ഒരു പഴമ ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനൊരു അവസരമാണ്. ഓക്കെ, കഴിഞ്ഞല്ലേ? എത്ര ചേട്ടാ? 80. ചേട്ടാ മുടി വെട്ടാൻ വന്നാണോ? ആ, മുടി വെട്ടാൻ വന്ന. ഓ, ഞാൻ വെട്ടുന്നോണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്താ. ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണോ? ആ, നാട്ടിലുള്ള തൊട്ടടുത്ത് തന്നെയാണ്. ആദ്യകാലം മുതലേ വേറെ എങ്ങോട്ടും മാറാറില്ല. ഇദ്ദേഹം ഈ കട തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ് മുടി വെട്ടുന്നത്. അതെ. എന്താ പറയാനുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച്? എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല ജോലിയാണ് ചെയ്യുന്നത്, നല്ല കൃത്യമായിട്ടുള്ള ഇടപാടാണ്. കാര്യങ്ങളൊക്കെ നല്ല സമയത്ത് വരികയും പോവുകയും എല്ലാം നല്ല നീറ്റാ. അല്ലെങ്കിൽ ഈ കടയെ ഇപ്പൊ ഇത്തരം കടകളൊന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന സംശയമാണ്. നമ്മുടെ കോട്ടയം ജില്ലയിലെങ്കിലും വേറെ ഉണ്ടാവും തോന്നുന്നില്ല ഈ രീതിയിലൊരു കട. അതും 40 വർഷങ്ങൾക്ക് മുമ്പ് 80കളിൽ തുടങ്ങിയ കട അതേ രീതിയിൽ തന്നെ ഇന്നും നിലനിർത്തി മുന്നോട്ട് പോകുന്നു. കറണ്ട് പോലും ഇല്ല. ഈ കടയ്ക്കുള്ളിൽ നിന്ന് മുടി വെട്ടുമ്പോൾ വേറൊരു ഫീലല്ലേ? നല്ലൊരു ഇതാണ്. വലിയ കടയിൽ പോയി ഇരിക്കുന്നതിലും ഒക്കെ നല്ല നമുക്കൊരു ഇവിടെ പോലെ ആൾക്കാർ വരാറുമുണ്ട്. ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല ഇതായതുകൊണ്ടേ നല്ല തിരക്കൊക്കെ ഉണ്ട്. രാജപ്പൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ആൾക്കാർ ഇവിടെ നിൽക്കുന്ന വർത്താനൊക്കെ പറയാനിരിക്കാറുണ്ടെന്ന് പറഞ്ഞു. വന്നിരിക്കും തന്നെയുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ കുറവല്ലാന്ന് എല്ലാവരും ഈ വലിയ രീതിയിൽ കടകളെല്ലാം പണിത് മറ്റുള്ള രീതിയിലൊക്കെ മാറിയല്ലോ. ഇങ്ങനത്തെ കടകളൊക്കെ കുറവല്ലേ, സ്ഥലത്ത് തന്നെ ഇല്ലതോ. ഇപ്പോൾ ഇതൊക്കെ അപൂർവമേ ഉള്ളൂ. ഇപ്പം ഈ ആലപ്പുഴ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ല ഇങ്ങനത്തെ ഒരു സംഭവമേ. ഇദ്ദേഹം കൂടി കട നിർത്തിയാൽ പിന്നെ ഇത്തരം കടകളില്ല. പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ ചേട്ടാ, കാണാൻ പറ്റിയതിൽ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, കാണാം. അപ്പോൾ ഇതാണ് രാജപ്പൻ ചേട്ടൻ്റെ കട. കോട്ടയം ജില്ലയിലെ പാല കടനാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കടയുള്ളത്, ഈ ബാർബർ ഷോപ്പ് ഉള്ളത്. കുഞ്ഞു കടയാണ്, ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. രാജപ്പൻ ചേട്ടൻ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. കൊച്ചു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ പുറത്തു നിന്നൊന്നും ഇവിടേക്ക് ആളുകൾ എത്താറില്ല. ഈ നാട്ടിലുള്ളവർ, ഈ ഗ്രാമത്തിലുള്ളവർ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 80കളിൽ തുടങ്ങിയ കടയാണ്, അതായത് 40 വർഷങ്ങൾക്ക് മുൻപ് 80കളിൽ തുടങ്ങിയ കടയാണ്. ഈ കട തുടങ്ങിയ സമയത്ത് ഇതേ രീതിയിൽ തന്നെ ഈ ഒരു മാടം വെച്ച് ഇവിടെ തുടങ്ങിയതാണ്. പിന്നീട് അതിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ചില സമയത്ത് ഈ ഇത്തരം പലകകളൊക്കെ പോകുമ്പോൾ അത് മാറുകയും ഇല്ലെങ്കിൽ ഈ കടയുടെ ഓല മാറുകയും ഒക്കെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ആ ഒരു പഴമയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ രാജപ്പൻ ചേട്ടൻ്റെ കടയ്ക്ക് സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കും എന്താണെങ്കിലും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് മുടി വെട്ടാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. കോട്ടയം കടനാട് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.